ബോസ് മലയാളം സീസൺ 7-ൽ വീണ്ടും ഒരു വീക്കെൻഡ് എപ്പിസോഡ് വന്നെത്തിയിരിക്കുകയാണ്. വൈകിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വലിയൊരു ആകാംക്ഷയിലാണ് ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരൊക്കെ. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചർച്ച ചെയ്യുവാൻ പോകുന്ന വിഷയങ്ങളൊക്കെ പുതുതായി പുറത്തു വന്ന ഒരു പ്രൊമോയിൽ പറയുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ ആനന്ദ കണ്ണീർ, പിന്നെ പരാതികൾ, പരിഭവങ്ങൾ, 60 ദിവസത്തോളം അകലങ്ങളിൽ കഴിഞ്ഞവർ തമ്മിൽ അടുത്ത് കണ്ടപ്പോൾ ബിഗ് ബോസ് വീട് വികാര നിർഭരമായി എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അതെ, ഫാമിലി വീക്കിനെ കുറിച്ച് തീർച്ചയായിട്ടും ചർച്ചയുണ്ടാവും. ഉറ്റവർ വന്നു പോയപ്പോൾ കളി ഉഷാറായി എന്ന് ചിലരും, അതല്ല അവർ വന്നു പോയപ്പോൾ ഒറ്റപ്പെടുത്തപ്പെട്ടു എന്ന് മറ്റു ചിലരും പറഞ്ഞുവെന്ന് ലാലേട്ടൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അനീഷിനെ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തീർന്നില്ല, പ്രിയപ്പെട്ടവർ സ്നേഹത്തോടെ കൊണ്ടുവന്ന ഭക്ഷണ വിഭവങ്ങളുടെ പേരിൽ പോലും അവർ പടവെട്ടിയെന്ന് പറയുന്നു. ആദ്യം മട്ടനു വേണ്ടിയുള്ള മുട്ടൻ വഴക്ക്, ഇപ്പോൾ ഇതാ പുതിയൊരു ആരോപണം, ഹൽവ മോഷണം, അങ്ങനെ പലതുമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ തീർച്ചയാണ് ഷാനവാസിനെയും അനുമോളെയും എടുത്തൊടുക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും അധികം പരിക്കു പറ്റുവാനുള്ള സാധ്യത ഷാനവാസിന് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഷാനവാസിന്റെ നിഴലായി നടന്ന, അല്ലെങ്കിൽ ഷാനവാസ് ഇടവും ബലവും തന്റെ പെങ്ങളൂട്ടികളായി കൊണ്ടു നടന്ന രണ്ടാൾക്കാർ ഇന്നലത്തെ പ്രശ്നത്തിന് ശേഷം അവർ ഷാനവാസിനോട് അധികം അടുക്കാൻ പോയില്ലെന്ന് മാത്രമല്ല, രണ്ടാളും കൂടി തനിച്ചിരുന്നു കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞു. അതെ, ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ്. അതെ, പുരുഷ മേധാവിത്വം തലയ്ക്ക് പിടിച്ച ഒരു പഴയ അമ്മാവൻ. സ്ത്രീകളോട് മാന്യമായി പെരുമാറുവാൻ ഷാനവാസിന് അറിയില്ല. കഴിഞ്ഞ ദിവസം ജയിലിൽ കിടന്നപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളും, അതിനു മുൻപ് മട്ടൻ കഷ്ണം അടിച്ചു മാറ്റിയപ്പോൾ നടന്ന കാര്യങ്ങളും, അതിനെ തുടർന്നുണ്ടായ മാനിപ്പുലേഷൻസും ഒക്കെ വെച്ച് നോക്കിയാൽ ഇതിനെയൊന്നും ഒരു ഗെയിം എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. പിന്നെയോ ഷാനവാസിന്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളാണ് ഇതൊക്കെ. ഒരു സ്ത്രീ, അവരാരുമായിക്കോട്ടെ, തൊണ്ട പൊട്ടി വിളിച്ചു പറയുകയാണ്, എനിക്കൊരു പേരുണ്ട്, എന്നെ എടിയെന്ന് വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല, എടിയെന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും എടി 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 എന്ന് തന്നെ ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കഴുത എന്നുള്ള പരാമർശവും നടത്തുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഷാനവാസ് മാസാണെന്നൊക്കെ പറയാൻ തോന്നും. അങ്ങനെ പറയുന്ന ആൾക്കാരോട് നമുക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ അമ്മയെയോ പെങ്ങളെയോ അത് എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിൽ പോലും തുടർച്ചയായി മറ്റൊരാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അത് കൊള്ളാം കേട്ടോ, മാസായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യമാണ്, ഷാനവാസും മാസ് തന്നെയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ എടി പൊടി വിളിച്ചൊന്നുമല്ല ഒരാളിനെ തോൽപ്പിക്കേണ്ടത്. സംസാരിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അടിച്ച് അണ്ണാക്കിൽ കൊടുക്കണം. അങ്ങനെ വേണം എതിരാളിയെ കീഴ്പ്പെടുത്താൻ. അല്ലാതെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുകയും പട്ടി, തെണ്ടി, കഴുത, ചെറ്റ ഇങ്ങനെ വിളിക്കുകയും നിന്റെ തന്ത, തള്ള അവരോട് പോയി പറഞ്ഞേര്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കൊണ്ടല്ല മാസ് കാണിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അമ്പരപ്പാണ്. ഷാനവാസ് എന്നൊരു കണ്ടസ്റ്റന്റിന്റെ സംസാര രീതികളും അയാളുടെ ചിരിയും അയാളുടെ ഗെയിം, അയാളുടെ പേഴ്സണാലിറ്റി, ഇതിനോടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തുടക്കം മുതൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് എത്ര വീഡിയോകളാണ് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ഫാമിലി വീക്ക് അവസാനിച്ചതോടുകൂടി ഷാനവാസ് അമ്പരപ്പിക്കുന്ന ഒരു ശൈലി മാറ്റത്തിലേക്ക് അങ്ങെത്തി. അതിനെ മാറ്റിപ്പിടിക്കൽ എന്നൊന്നും അല്ല പറയേണ്ടത്, നിലവാര തകർച്ച എന്നാണ്. കപ്പ് നേടുവാൻ പോലും കരുത്തുള്ള മാന്യനായ ഒരു മത്സരാർത്ഥി, ഒട്ടനവധി മനുഷ്യർ അവരുടെ മനസ്സിൽ ഒരു ഹീറോ പരിവേഷമൊക്കെ ചാർത്തി നിലനിർത്തിയിരുന്ന ഒരു മത്സരാർത്ഥി പെട്ടെന്നൊരു ദിവസം ആ ഉയർന്ന നിലവാരത്തിൽ നിന്നും ഒറ്റയടിക്ക് താഴേക്ക് അങ്ങ് പോവുകയാണ്. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ ഞാനൊരു വൻ പരാജയമാണോ എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. എന്ത് വാക്കുകൊണ്ടാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നായകൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു തേർഡ് റേറ്റ് ഗുണ്ടയുടെ നിലവാരത്തിലേക്ക് അങ്ങ് തരം താഴ്ത്തപ്പെടുന്നു. അതിനെ ഗെയിമാണെന്ന് ആരെല്ലാം പറഞ്ഞാലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് അടിസ്ഥാനപരമായ സ്വഭാവമാണ്. ഇത് തന്നെയാണ് അയാൾ പുറത്തും കാണിക്കുക. ദേഷ്യം വന്നാൽ ഭാര്യയോടും മക്കളോടും ഇതേ രീതിയിൽ തന്നെ താൻ പെരുമാറും. തനിക്ക് ജയിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എടി പോടി കഴുത എന്നൊക്കെ അയാൾ ഇപ്പോൾ അകത്ത് വിളിച്ചതുപോലെ പുറത്തും വിളിക്കും. അല്ലാതെ ബിഗ് ബോസിനകത്ത് കയറിയപ്പോൾ പെട്ടെന്നുണ്ടാക്കിയെടുത്തൊരു സ്ട്രാറ്റജി അല്ല ഈ എടി പോടി കഴുത ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ. അത് അടിസ്ഥാനപരമായ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ സീസൺ തുടങ്ങിയ സമയത്ത് ഇതേ നിലവാരം തന്നെ കാത്തു സൂക്ഷിച്ച് മുൻപോട്ട് പോയൊരു വ്യക്തിയായിരുന്നു അക്ബർ. എന്നാൽ പലതരത്തിലുള്ള അടിച്ചമർത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ ആവർത്തിച്ച് വന്നതോടെ അക്ബർ തൻ്റെ ഗെയിം മാറ്റിപ്പിടിച്ചു, അല്ലെങ്കിൽ അക്ബറിന് മാറേണ്ടി വന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അതോടുകൂടി അക്ബർ എന്ന മത്സരാർത്ഥി തീർന്നു. അക്ബർ എന്ന കണ്ടസ്റ്റന്റിന് ആകെ അറിയാവുന്നത് ആളുകളെ കൂട്ടിയിരുത്തി പരദൂഷണം പറയിപ്പിക്കുക, കുത്തിത്തിരിപ്പ് നടത്തുക, പിന്നിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് താൻ സൃഷ്ടിച്ചെടുത്ത ചില ചാവേറുകളെ മുന്നമേ വിട്ട് അവരെ കൊണ്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥിയെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടി കുടിലമായ തന്ത്രങ്ങൾ മെനഞ്ഞ് കളിക്കുക. ഇതൊക്കെയായിരുന്നു അക്ബറിന്റെ ഗെയിം. പിന്നെയോ കൃത്യമായ ഇടവേളകളിൽ
അനാവശ്യ വാക്കുകളും അശ്ലീല പദപ്രയോഗങ്ങളും ഒക്കെയായിട്ട് അയാളും സ്ത്രീകൾക്കെതിരെ അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി. അതതിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തിയപ്പോൾ, അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിയപ്പോൾ ലാലേട്ടൻ ഇടപെട്ടു, ഉമ്മ വിളിച്ചു. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിർബന്ധിതമായ തിരുത്തപ്പെടലിന് താൻ വിധേയനാകുകയായിരുന്നു. അതുമാത്രവുമല്ല, പിന്നിട്ട ഓരോ ആഴ്ചകളിലും തനിക്കൊപ്പം കട്ട സപ്പോർട്ടുമായി നിന്ന, അല്ലെങ്കിൽ താൻ ആരെയൊക്കെയാണോ മുൻനിർത്തി കളിച്ചത്, അവരൊക്കെ തന്നിൽ നിന്നും പിരിഞ്ഞു പോകുന്ന കാഴ്ചകൾ, ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തു പോകുന്ന കാഴ്ചകൾ കൂടി കണ്ടപ്പോൾ അക്ബർ ആകെ പടഞ്ഞെട്ടി. അതോടെ ആൾ ഒതുങ്ങിയെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒരു ഗെയിമും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അക്ബർ അങ്ങെത്തി. പിന്നീടുള്ള പ്രശ്നം ഇനി എന്ത് ചെയ്യണം എന്ന് അക്ബറിന് അറിയില്ല. ആകെപ്പാടെ ആ ഒരു സ്ട്രാറ്റജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ. അത് അവസാനിപ്പിക്കേണ്ടി വന്നു. അത് വിട്ടുകളഞ്ഞപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം തന്റെ മുൻപിൽ വന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ആ ചോദ്യത്തിന് മറുപടിയില്ല. പിന്നെ എവിടെയെങ്കിലും പോയിരിക്കുക, എന്തെങ്കിലും സംസാരിച്ച് വെറുതെ മുൻപോട്ട് പോവുക, ഒരു ഗെയിമും ഇല്ലാത്ത ഒരാളായിട്ട് മാറുക. ഇതാണ് അക്ബറിൽ സംഭവിച്ചത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അക്ബർ ഇപ്പോൾ കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന ചിന്ത അയാളെ ആഴത്തിൽ ഭരിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ആരെന്ത് സംസാരിക്കുന്നു അത് കേട്ടിരിക്കുക. വളരെ മിതമായ ഭാഷയിൽ തൻ്റെ അഭിപ്രായങ്ങൾ അവരോട് പറയുക, അവരെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ടോ മറുചേരിയിലേക്ക് എത്തുക. അവിടെയും അവർ പറയുന്നത് കേട്ടിരിക്കുക, അവരെയും സപ്പോർട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ രണ്ടു വള്ളത്തിലും ചവിട്ടി നിൽക്കും. നിങ്ങളും പറയുന്നത് ശരിയാണ്, അവരും പറയുന്നത് ശരിയാണ്. അപ്പുറവും ഇപ്പുറവും പോയി സംസാരിക്കുന്ന ഒരുമാതിരി മോശപ്പെട്ട നിലവാരത്തിലേക്ക് അക്ബർ എത്തിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായ ഷാനവാസിന് പോലും ഇപ്പോൾ അക്ബറിനെ തൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ചലിപ്പിക്കുവാൻ കഴിയുന്നത്. ഷാനവാസ് പറയുന്നതൊക്കെ അക്ബർ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്നലെ അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഷാനവാസ് വന്ന് അക്ബറിനോട് പറയുമ്പോൾ മറുചോദ്യമില്ലാതെ അക്ബർ അതെല്ലാം അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ലക്ഷ്മിക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ്. ആരോ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ലക്ഷ്മിയും കണ്ടില്ല അവിടെ നടന്നത് എന്താണെന്ന്, നിങ്ങളും കണ്ടില്ല അവിടെ നടന്നത് എന്താണെന്ന്, പിന്നെ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഇത്രയും അധികം ബേജാറാകുന്നത്? ശരിയല്ലേ? എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയാണ്. അക്ബർ എന്താണോ വെച്ചവസാനിപ്പിച്ചത് ആ സംഗതി അതുപോലെ തന്നെ ഷാനവാസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. തെറ്റുകൾ തന്നെ ചെയ്യുക, തെമ്മാടിത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക, അതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ഒതുക്കുവാൻ വേണ്ടി അവരെ നിരന്തരം തൻ്റെ അരികിൽ വിളിച്ചിരുത്തി വിദഗ്ധമായി അവരെ മാനിപ്പുലേറ്റ് ചെയ്യുക, തനിക്കെതിരെ സംസാരിക്കുന്ന വ്യക്തിയെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി മറ്റുള്ള ആൾക്കാരെ തിരികേറ്റി വിടുക, കുത്തിത്തിരിപ്പ് നടത്തുക. ഇതൊക്കെ തന്നെയല്ലേ ഷാനവാസ് ഇപ്പോൾ 1-2 ആഴ്ചയായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ആദിലയോടും നൂറയോടും പറയുമോ, നിങ്ങൾ അനുമോളോട് സഹകരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്? ഹോ, എന്തൊരു നിലവാര തകർച്ചയാണത്! ആ ഒരൊറ്റ വാക്കിൽ കൂടി തന്നെ അയാളുടെ മനസ്സെന്താണെന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. എനിക്കിഷ്ടമില്ലാത്ത ഒരാളിനോട് എൻ്റെ കൂട്ടുകാർ സഹകരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഗെയിം കളിക്കാനല്ല, എന്തിനാണ് ഇവിടെ വരുന്നതെങ്കിൽ പോലും എൻ്റെ ശത്രുവിനോട് നിങ്ങളും ശത്രുത പുലർത്തണം. അയ്യോ, അതൊക്കെ എത്ര ആപൽക്കരമായൊരു നിലപാടാണ്. എന്തായാലും നിഷ്പക്ഷ മനസ്സോടെ ഈ ഷോ കാണുന്ന പ്രേക്ഷകർ കാര്യമായിട്ട് തന്നെ ഇവരെയൊക്കെ മടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചകളിലൊക്കെ പല അപ്രതീക്ഷിതമായ എവിക്ഷനുകളും നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ നമ്മൾ കൂടെ കേൾക്കാൻ പോകുന്നൊരു പദമാണ്, അയ്യോ അത് അൺഫെയർ എവിക്ഷൻ ആയിരുന്നു, അയാൾ പുറത്തായത് ശരിയായില്ല, ഇവർ ഇപ്പോൾ പോകേണ്ട വ്യക്തി ആയിരുന്നില്ല, ഇത് തികച്ചും അൺഫെയർ ആയിപ്പോയി. അതെ, അങ്ങനെയുള്ള മുറവിളികളുടെ സമയമാണ് ഇനി വരുന്ന ഒരു മാസക്കാലം. അതുകൊണ്ട് ഓരോ മത്സരാർത്ഥിയും നെഞ്ചിടിപ്പോട് കൂടി മുൻപോട്ട് പോകേണ്ട സമയമാണ്. ചിലപ്പോൾ അക്ബർ പോലും പുറത്തു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ സാബുമാനെ പോലെയുള്ള ചില ആൾക്കാർ ഒരുപക്ഷെ അവർ ഫൈനൽ 5 വരെയോളം എത്തിയേക്കാം. മലയാളി ഒരുപക്ഷെ സാബുമാന്റെ കയ്യിൽ കപ്പെടുത്തു കൊടുത്താൽ പോലും അതിൽ അതിശയിക്കുവാനൊന്നുമില്ല. കാരണം ഈ തെറിയന്മാരെയും ചതിയന്മാരെയും ആഭാസത്തരം വിളിച്ചു പറയുന്നവരെയും ഒക്കെ ആൾക്കാർക്ക് മടുത്തു തുടങ്ങി. അതുകൊണ്ട് മിതഭാഷിയായ, സൗമ്യനായ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സാബുമാനെ ആൾക്കാർ അവിടെ നിർത്തുവാനും കപ്പെടുത്തു കൊടുക്കുവാനും ചിന്തിച്ചാൽ അതിനകത്ത് അതിശയോക്തി ഒന്നും തന്നെ ഇല്ല. സാബുമാനൊക്കെ അവിടെ നിൽക്കുമ്പോൾ ജിസയിൽ പുറത്തു പോകുന്നതിലുള്ള അനൗചിത്യം അതിപ്പോൾ പലരുടെയും നെറ്റി ചുളിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അത് വ്യാപകമായി ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ജിസയിൽ പുറത്തു പോകുന്നത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആര്യന്റെ ഗെയിം ഇതോടെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ രണ്ടുപേരും കൂടി ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നടുക്കടലിൽ താഴ്ന്നതുപോലെ ഒരുമിച്ച് താഴ്ന്നു പോയനെ. ഞാനിത് പറയുവാനുള്ള കാരണം, ഫാമിലി വീക്കിന് ശേഷം രണ്ടുപേരും കൂടി 2 കിടക്കയിലേക്ക് മാറി. അതിനുശേഷം അവർ തമ്മിലുള്ള ഇടപഴകലുകൾ കുറഞ്ഞു. അവരെ ഒരുമിച്ച് നമ്മൾ അധികം സ്ക്രീനിൽ കാണുന്നില്ല. എന്നാൽ അതിനേക്കാൾ രസം, പരസ്പരം നോമിനേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് 2 ആൾക്കാരും എത്തി. എന്തുപറ്റി? ഇടയ്ക്ക് ശണ്ടയും കൂടിയിട്ടുണ്ട്. എന്നാൽ തുടർന്ന് നമ്മൾ കണ്ടത് ആര്യൻ എന്ന ഗെയിമർ മെല്ലെ ഗെയിമിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയാണ്. പഴയതുപോലെ വെകളിത്തരങ്ങളൊന്നും ഇപ്പോൾ ആര്യൻ കാണിക്കുന്നില്ല. അത്യാവശ്യം ഫൺ ഉണ്ടാക്കേണ്ടിടത്ത് ഫൺ ഉണ്ടാക്കുന്നുണ്ട്, ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അത്യാവശ്യം വൃത്തിയോടും മെനയോടും കൂടി സംസാരിക്കാൻ ആര്യൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ അയാളുടെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അതെ, ആര്യൻ അങ്ങനെയാണെങ്കിൽ ഇനി ഉടനെ ഒന്നും പുറത്തു പോകാൻ സാധ്യതയില്ല. ഈ സീസണിന്റെ അവസാനം വരെ ഒരുപക്ഷെ ആര്യനെ നമുക്ക് ബിഗ് ബോസിൽ കാണുവാനും കഴിയും.
ഒറ്റയാഴ്ചത്തെ പ്രകടനം മതിയെന്നേ ആൾക്കാർ ഈ ശത്രുതയൊക്കെ മറന്ന് സ്നേഹിച്ചു തുടങ്ങാനും വോട്ട് ചെയ്യാനും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം ആകാംക്ഷ ഉണർത്തുന്നതാണ്. കാത്തിരിക്കാം ആ രസക്കാഴ്ചകൾക്ക് വേണ്ടി.